ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. US-ലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ക്രാഷ്, ആ ഒരു ഭീതിയിൽ ഓപ്പൺ ചെയ്ത ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇന്ന് ബെഞ്ച് മാർക്കായിട്ടുള്ള നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലൂടെയാണ് തുടങ്ങിയത്. 25,930 ഓപ്പൺ ചെയ്ത നിഫ്റ്റി ഒരു ഘട്ടത്തിൽ 25,904 വരെ വലിയൊരു താഴ്ചയിലേക്ക് പോയിരുന്നു. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു കയറിയിട്ട് 26,047 ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല റിക്കവറി ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് US ഇൻഡെക്സുകളിലുള്ള ഫ്യൂച്ചറുകൾ അതൊക്കെ പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഫൈനലായിട്ട് നിഫ്റ്റി ഇന്ന് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം റുപ്പിയുടെ ഡിവാലുവേഷൻ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് നമ്മൾ കാണുന്നത് 90.71 എന്നുള്ള ഒരു വാല്യുവേഷനാണ് ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പിക്ക് ഉള്ളത്. അപ്പോൾ ഇത് അതിൻ്റെ റെക്കോർഡ് ലോയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിപ്രിസിയേഷൻ ഇന്ത്യ US ട്രേഡ് ടോക്സ് അത് ഒരു ഫൈനലൈസ് ചെയ്യാതെ ഒരിക്കലും റിക്കവർ ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് നമ്മൾ നേരിടുകയാണ്. നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ടിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടിനായിട്ട് കൂടുതൽ ഡോളറുകൾ ചിലവഴിക്കേണ്ടി വരുന്നു. ഇതുകൂടാതെ പ്രീഷ്യസ് മെറ്റൽസിൻ്റെ വില കൂടിയത് കാരണം, അതിൻ്റെ ഡിമാൻഡ് കൂടിയത് കാരണമുള്ള ഇമ്പോർട്ടും വർദ്ധിക്കുന്നു. അതിനും ഡോളറുകൾ ഉപയോഗിക്കണം. അതുപോലെ ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്കുള്ള ക്യാപിറ്റൽ ഇൻഫ്ലോ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതിന് കൂടുതൽ വീക്കാകുന്ന രീതിയിൽ FIAസിൻ്റെ ശക്തമായ ഔട്ട്ഫ്ലോയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ റൂപ്പി കൂടുതൽ ദുർബലമാകുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ത്യ US ട്രേഡ് ഡീല് ഉണ്ടാവുകയാണെങ്കിൽ ഈ എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒറ്റമൂലിയായിട്ട് അത് മാറുമെന്നാണ് പൊതുവെ മാർക്കറ്റ് കണക്ക് കൂട്ടുന്നത്. ഇന്ന് നമ്മൾ ബ്രോഡ് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50യോടൊപ്പം മിഡ് ക്യാപ് 150 ഇൻഡെക്സും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. എന്നാൽ നെക്സ്റ്റ് 50യും സ്മോൾ ക്യാപ് ഇൻഡെക്സുകളും മൈക്രോ ക്യാപ് ഇൻഡെക്സുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മൊത്തത്തിൽ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നമ്മൾ പരിശോധിച്ചാൽ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളെക്കാൾ കൂടുതൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളാണ്. 50% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 45% സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തത്. ഇന്ന് സെക്ടറുകളിലെ FMCG, IT, മീഡിയ, മെറ്റൽ, ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓയിൽ ആൻഡ് ഗ്യാസ് പോലെയുള്ള സെഗ്മെന്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഫാർമ, റിയൽറ്റി, ഹെൽത്ത് കെയർ, ഓട്ടോ, ഫൈനാൻഷ്യൽ സർവീസസ് പോലെയുള്ള സെഗ്മെന്റാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ 1% കൂടുതലുള്ള ഒരു റാലി നടന്ന 3 സ്റ്റോക്കുകൾ കാണാം. അതിലൊന്ന് ഇൻഡിഗോ ആണ്. ടാറ്റയുടെ റീറ്റെയിൽ ബിസിനസ്സിലെ ട്രെൻഡും ഇന്ന് മുന്നോട്ടേക്ക് വന്നതായിട്ട് കാണാം. അതുകൂടാതെ ഹിന്ദുസ്ഥാൻ യൂണിലിവറും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. ഏറ്റവും അധികം നിഫ്റ്റി 50ൽ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ 3 സ്റ്റോക്കുകൾ ഓട്ടോ സ്റ്റോക്കുകളാണ്. ബജാജ് ഓട്ടോ, ഐഷർ മോട്ടോഴ്സ്, അതുപോലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. അപ്പോൾ മെക്സിക്കോ ഏർപ്പെടുത്തിയിട്ടുള്ള ആ ഒരു താരിഫ് ഓട്ടോ സ്റ്റോക്കുകളെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ JSW സ്റ്റീലും ONGCയും ഇന്ന് നിഫ്റ്റി 50ൽ മോശം പ്രകടനം നടത്തിയതായിട്ട് കാണാം. നിഫ്റ്റി 500 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അവിടെ 5% കൂടുതൽ റാലി നടന്ന സ്റ്റോക്കുകളുണ്ട്. അതിൽ പ്രാജ് ഇൻഡസ്ട്രീസ്, അതുപോലെ ടാരിൽ അഥവാ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ്, അതുപോലെ എയ്സ് അഥവാ ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്, അതുപോലെ ആത്തർ എനർജി, NBCC, ആർത്തി ഇൻഡസ്ട്രീസ് പോലുള്ള സ്റ്റോക്കുകളാണ് ഈ രീതിയിൽ മുന്നേറ്റം നടത്തിയ സ്റ്റോക്കുകൾ. ഇത് അതുകൂടാതെ മാർക്കറ്റിൽ 2 മെയിൻ ബോർഡ് IPOകൾ ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാം. ഒന്ന് കൊറോണ റെമഡീസിൻ്റെ IPO ആണ്. അപ്പോൾ 655 കോടിയുടെ ഇഷ്യൂ സൈസ് ഉണ്ടായിരുന്ന ഈ ഒരു IPO 1008, 1062 എന്ന പ്രൈസ് റേഞ്ചിലായിരുന്നു ഓഫർ പ്രൈസ് ഉണ്ടായിരുന്നത്. എന്നാൽ NSEയിൽ ഇത് ലിസ്റ്റ് ചെയ്തത് 1470 എന്നുള്ള പ്രൈസിലാണ്. ഏകദേശം 38% ഒരു പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യാൻ ഈ സ്റ്റോക്കിന് സാധിച്ചു. അപ്പോൾ ഈ തീർച്ചയായിട്ടും ഈ കൊറോണ റെമഡിയുടെ ലിസ്റ്റിംഗ് അത് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്യായിരുന്നു. കാരണം ഗ്രേ മാർക്കറ്റ് പ്രീമിയം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് 32 എന്ന ലെവലായിരുന്നു. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ആണ് ഈ സ്റ്റോക്ക് നടത്തിയത്. ഇനി മറ്റൊരു IPO നമ്മൾ നോക്കുകയാണെങ്കിൽ വേക്ക് ഫിറ്റ് ഇന്നോവേഷൻ എന്ന് പറയുന്ന മാട്രസ് കമ്പനിയുടെ IPO ആയിരുന്നു. 185, 195 എന്നുള്ള പ്രൈസ് ബാൻഡിൽ വന്നിട്ടുള്ള ഈ ഒരു IPO 195 എന്ന പ്രൈസിലാണ് ലിസ്റ്റ് ചെയ്തത്. 1259 കോടി ഇഷ്യൂ സൈസ് ഉണ്ടായിരുന്ന ഈ ഒരു IPOയുടെ ലിസ്റ്റിംഗ് വളരെയധികം നിരാശപ്പെടുത്തി എന്ന് വേണം പറയാൻ. അപ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ലിസ്റ്റിംഗ് ആയിരുന്നു. അതുകൂടാതെ അതിനുശേഷം വീണ്ടും അത് താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. ഏകദേശം 192 എന്നുള്ള പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു ലോസ് ഉണ്ടാക്കിയ ഒരു IPO ആയിട്ട് ഇത് നമുക്ക് കാണേണ്ടി വരും. ഇനി നമ്മൾ മാർക്കറ്റിൽ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ചില സ്റ്റോക്കുകളിലേക്ക് വന്നാൽ നമുക്കറിയാം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണ്. ആ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും
ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിരിക്കും എന്ന് നമ്മൾ പൊതുവെ കരുതാറുണ്ട്. കാരണം അവിടെ വലിയ കടമില്ലാത്തത് കൊണ്ട് തന്നെ കമ്പനിയുടെ ഏർണിങ്സ് മുഴുവൻ അവർക്ക് എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. ഇതേപോലെ ഇത്തരം സ്റ്റോക്കുകൾ അതിൻ്റെ ബീറ്റ വാല്യൂ അത് ഒന്നിൽ താഴെയാവുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് മാർക്കറ്റ് താഴോട്ടേക്ക് പോകുമ്പോൾ ഇത് അത്രമാത്രം താഴോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബീറ്റ വാല്യൂ ഒന്നിൽ താഴെ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ ഡെറ്റ് ഫ്രീ ആയതും അതുപോലെ ബീറ്റ ഒന്നിൽ താഴെ നിൽക്കുന്നതുമായ 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിലൊന്ന് MOIL ലിമിറ്റഡ് ആണ്, അതായത് മാംഗനീസ് ഓർ ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് മാംഗനീസ് ഓർ പ്രൊഡ്യൂസറാണ് ഇവർ. ഇതൊരു PSU മിനിരത്ന കമ്പനിയാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റീലിന്റെ കീഴിലാണ് ഈ ഒരു കമ്പനി പ്രവർത്തിക്കുന്നത്. ഏകദേശം 6800 കോടിയോളം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് ഇത്. ഇപ്പോൾ 336 എന്നുള്ള പ്രൈസിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. 22 എന്നുള്ള PE റേഷ്യോ ഉള്ള ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് മോശമല്ലെന്ന് കാണാം. 1.68% ഒരു ഡിവിഡൻഡ് ഈൽഡ് നൽകുന്നുണ്ട്. കൂടാതെ ROC 18 ROE 14 എന്ന റേഞ്ചിലും കാണാൻ കഴിയും. അപ്പോൾ ഒരു ഡബിൾ ഡിജിറ്റ് ROEയും ROCയും ഈ സ്റ്റോക്കിലുണ്ട്. അതുകൂടാതെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0 ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ബീറ്റ വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 0.85 ആണ്. 1 ഇയർ ബീറ്റ 0.85 എന്ന് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ടോട്ടൽ മാർക്കറ്റിനേക്കാൾ ലെസ് വോളറ്റൈൽ ആയിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അടുത്തൊരു സ്റ്റോക്ക് ശാന്തി ഗിയേഴ്സ് ആണ്. ഇത് ഇന്ത്യയിലെ ലീഡിംഗ് ഇൻഡസ്ട്രിയൽ ഗിയർ അതുപോലെ ഗിയർ ബോക്സുകൾ, ഗിയർഡ് മോട്ടോഴ്സ് എന്നിവ അതിൻ്റെ ഹൈ ക്വാളിറ്റിയിലും കസ്റ്റമൈസ്ഡ് പവർ ട്രാൻസ്മിഷൻ സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന, പ്രത്യേകിച്ച് സിമെന്റ്, സ്റ്റീല്, പവർ, ഷുഗർ ഓപ്പറേറ്റിംഗ് തുടങ്ങിയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന മുരുകപ്പ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയാണിത്. 3594 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 470 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ്. ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 38 എന്ന റേഞ്ചിലാണ്. ഡിവിഡൻഡ് ഈൽഡ് ഒന്നിൽ കൂടുതലാണെന്നും കാണാം. കൂടാതെ ROC 34 ROE 25 എന്നുള്ള ശക്തമായ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ കൂടി ഇത് കാണിക്കുന്നുണ്ട്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0 ആണെന്നും കാണാം. ഈ സ്റ്റോക്കിൻ്റെ ബീറ്റ വാല്യൂ 0.73 ആണ്. കഴിഞ്ഞ ഒരു വർഷത്തെ ഈ ഒരു ബീറ്റ വാല്യൂ വളരെ അട്രാക്റ്റീവ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് സൈക്ക ഇന്റർപ്ലാന്റ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഇവർ എയറോസ്പേസ് അതുപോലെ ഡിഫൻസ്, സ്പേസ് സെഗ്മെന്റിൽ കൂടാതെ ഓട്ടോമോട്ടീവ് സെക്ടറുകളിലും ഹൈടെക് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ആ പ്രൊഡക്റ്റുകൾ മോഷൻ കൺട്രോൾ, ഹൈഡ്രോളിക്സ്, MRO, ഇലക്ട്രിക്കൽ ഇൻ്റഗ്രേഷൻ പോലെയുള്ള ഇത്തരം പ്രൊഡക്റ്റ് റേഞ്ചുള്ള ഒരു കമ്പനിയാണിത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ 1923 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 907 എന്നുള്ള ലെവലാണ്. ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ കുറച്ച് ഹൈ ആയിട്ടുള്ള സൈഡിലാണെന്ന് കാണാം. 56 എന്നുള്ള PEയിലാണ് ഇപ്പോൾ ഉള്ളത്. ഡിവിഡൻഡ് ഈൽഡ് 0.26 മാത്രമാണ്. എന്നാൽ ROCയും ROEയും 20% കൂടുതലാണെന്ന് കാണാം. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0 ആണ്. ഇതിൻ്റെയും 1 ഇയർ ബീറ്റ നോക്കുകയാണെങ്കിൽ 0.71 മാത്രമാണ്. മറ്റൊരു സ്റ്റോക്ക് സവിത ഓയിൽ ടെക്നോളജീസ് ആണ്. ഇത് ഇന്ത്യയിലെ ലീഡിംഗ് പെട്രോളിയം സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ട്രാൻസ്ഫോമർ ഓയിൽസ്, വൈറ്റ് ഓയിൽസ്, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കൻസ്, അതുപോലെ പെട്രോളിയം ജെല്ലീസ്, ഇതൊക്കെ ബിസിനസ് ടു ബിസിനസ് പ്രസൻസും അതുപോലെ ഗ്ലോബൽ റീച്ചൊക്കെ ഉള്ള ഒരു കമ്പനി കൂടിയാണിത്. കൂടാതെ വിൻഡ് എനർജി മേഖലയിലും ഇതിൻ്റെ പ്രസൻസ് കാണാം. ഈ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 2532 ഉള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. 370 എന്ന പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്കിൻ്റെ PE വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള 16 എന്ന ലെവലാണ് കാണാൻ കഴിയുക. കൂടാതെ 1% കൂടുതലുള്ള ഡിവിഡൻഡ് ഈൽഡും ഈ സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. എന്നാൽ ROCയും ROEയും സിംഗിൾ ഡിജിറ്റ് ആണെന്ന് കാണാം. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0 ആണ്. ഒരു വർഷത്തെ ബീറ്റ വാല്യൂ 0.65 എന്നുള്ള ഒരു ആകർഷകമായ ഒരു ബീറ്റ വാല്യൂ ആണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ഫൈനലായിട്ടുള്ള ഒരു സ്റ്റോക്ക് ഗാന്ധി സ്പെഷ്യൽ ട്യൂബ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഗാന്ധി സ്പെഷ്യൽ ട്യൂബിൻ്റെ ഒരു പ്രൊഡക്റ്റ് റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വെൽഡഡ് സ്റ്റീൽ ട്യൂബ്സ്, സ്മോൾ ഡയമീറ്റർ പ്രിസിഷൻ സീംലെസ് ട്യൂബ്സ്, ഓട്ടോമോട്ടീവ് റെഫ്രിജറേഷൻ കമ്പോണൻസ്, അതുപോലെ കപ്ലിംഗ് നട്ട്സ്. അപ്പോൾ ജർമ്മൻ കൊളാബറേഷനുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ റൂട്ടുള്ള ഇവർക്ക് റിന്യൂവബിൾ എനർജി മേഖലയിലും അവരുടെ ഡൈവേഴ്സിഫിക്കേഷൻ കാണാൻ കഴിയും. ഈ സ്റ്റോക്ക് 933 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ചെറിയ കമ്പനിയാണ്. ഇപ്പോൾ 768 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൻ്റെ PEയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ലെവലിലാണ്. 14 എന്ന PE മാത്രമേ കാണുന്നുള്ളൂ. ഡിവിഡൻഡ് ഈൽഡ് ആണെങ്കിൽ 1.96 എന്നുള്ള ഹൈ ഡിവിഡൻഡ് ഈൽഡും കാണുന്നുണ്ട്. കൂടാതെ ROCയും ROEയും ഡബിൾ ഡിജിറ്റ് ആണ്. 20% മുകളിലാണ് ROEയും ROCയും. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0 ആണ്. ഈ സ്റ്റോക്കിൻ്റെ 1 ഇയർ ബീറ്റ വാല്യൂ നോക്കുകയാണെങ്കിൽ 0.64% മാത്രമാണെന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ലോ ബീറ്റ ഡെറ്റ് ഫ്രീ സ്റ്റോക്കുകളായിട്ട് ഇവിടെ പരാമർശിക്കാനുള്ളത്. ഇതൊരിക്കലും ഒരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ കൂടുതലായിട്ട് ഈ സ്റ്റോക്കുകളെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ട് ടെക്നിക്കലായിട്ട് ഒരു ബൈങ് റേഞ്ചിൽ എത്തുമ്പോൾ മാത്രം ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി മാത്രം ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഇതൊക്കെയാണ് ഇവിടെ ഷെയർ ചെയ്യാനുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.